JP Astro ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു, കലിയുഗ ചിന്തകൾ എന്ന രീതി. കലിയുഗത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് അതിനകത്ത് സൂചിപ്പിച്ചത്. അപ്പോൾ അതിന് ചിലരെന്നെ വിളിച്ച് ചില കാര്യങ്ങൾ ചോദിച്ചു. ആ ചോദ്യം എന്ന് പറയുന്നത്, പുരാണങ്ങളിലെ കഥയ്ക്ക് എന്താണ് ശാസ്ത്രീയത? അത് കുറേ കഥയല്ലേ? അതുപോലെ എത്രയോ വലിയ നോവലുകൾ, പ്രസിദ്ധങ്ങളായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിനകത്തിൽ എന്തോ ഇത്ര മഹത്വം പറയാൻ എന്നുള്ള രീതിയിലാണ് ആ ചോദ്യം. ഒരു പക്ഷേ ചിലരെ ചിന്തിക്കാം, ശരിയല്ലേ, പുരാണങ്ങളിൽ സൂചിപ്പിക്കുന്നതെല്ലാം ഓരോ കഥകളെയല്ലേ, കഥാരൂപത്തിൽ ആണല്ലോ ഓരോന്നും. അനേകം കഥകൾ കോർത്തിണക്കിയ ഒരു മുത്തുമാല പോലെ മനോഹരമായി ചിട്ടപ്പെടുത്തിയിട്ടുള്ള പുരാണങ്ങൾ. കഥകൾക്ക് പ്രാധാന്യം കൊടുക്കുക എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇത്തരം ചോദ്യങ്ങളും ആരുടെയെങ്കിലുമൊക്കെ ഭാഗത്തു നിന്ന് വരാം. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നവർ ഈ വീഡിയോ കാണുക. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പുരാണങ്ങൾ കഥാരൂപത്തിലാക്കിയത് സാധാരണക്കാരായ ആളുകൾക്ക് ഈശ്വരവചനവും അതുപോലെ നേരായ വഴിയിലൂടെ ജീവിക്കാനുള്ള ഒരു പ്രചോദനവും നൽകാൻ വേണ്ടിയാണ്. ബുദ്ധിജീവി ആയാലും സാധാരണക്കാരനായാലും ആരായാലും പുരാണങ്ങളിൽ നിന്ന് പലതും പഠിക്കാനുണ്ടാകും. കാരണം എന്ന് പറയുമ്പോൾ തത്വം അനുസരിച്ച് മുന്നോട്ട് ഫോളോ ചെയ്യേണ്ടവർക്ക് അതിനെ സംബന്ധിച്ച് കാര്യങ്ങൾ പറയാം. വെറും കഥ മാത്രമായി ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചെയ്യാം. അതിനകത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ, പഠിക്കാനുണ്ടോ, അത് ജനനന്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ വല്ലതും ഉണ്ടോ, ശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വല്ലതും ഉണ്ടോ, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അങ്ങനെ ചിന്തിക്കാം. അങ്ങനെ ഏത് വിധത്തിൽ വേണമെങ്കിലും പുരാണങ്ങളെ വിശകലനം ചെയ്യാനുള്ള രീതിയിലാണ് അതിൻ്റെ നിർമ്മാണം. അപ്പം ഭാഗവതത്തിൻ്റെ കാര്യം നമ്മൾ എടുത്താൽ പ്രഥമ സ്കന്ധത്തിൽ ഇതിൻ്റെ പ്രാധാന്യവും പറയുന്നുണ്ട്. കലിയുഗത്തിൽ ദുഃഖിതരും അല്പബുദ്ധികളും അല്പായസുക്കളും വളരെ കുറച്ചു മാത്രം ഭാഗ്യം ലഭിക്കുന്നവരുമായ മനുഷ്യരുടെ മോക്ഷത്തിനുള്ള ഉപാധികൾ എന്താണ് എന്ന് മഹർഷിമാര് സുതനോട് ചോദിക്കുകയാണ്. അപ്പോൾ ഭഗവാന്റെ കഥകൾ കേട്ട് ആത്മതത്വത്തെ അറിഞ്ഞ് കലികാല ദോഷ പരിഹാരത്തിന് ഈശ്വരഭജനവും സത്കഥാശ്രവണവും നടത്തി മോക്ഷപ്രാപ്തിക്കായി പ്രാർത്ഥിക്കുക എന്നാണ് അതിൻ്റെ ചുരുക്കം. ഈ കലികാലം എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഞാൻ ആദ്യത്തേതിൽ പറഞ്ഞതുപോലെ തന്നെ കലി വസിക്കുന്ന സ്ഥലം എന്നാണല്ലോ. അപ്പം കലികാലം, കലി വസിക്കുന്നിടം എവിടെയാണെന്നുള്ള ഒരു ചോദ്യവും കൂടി അതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് കലി നൃപന്റെ വേഷം ധരിച്ച് ഒരു സാധു പശുവിനെ ഉപദ്രവിക്കാൻ ഒരുങ്ങുന്നത് കണ്ട് പരീക്ഷിത്ത് മഹാരാജാവ് വില്ല് കുലച്ച് അധർമ്മത്തെ നേരിടാനായി മുന്നോട്ട് ചെല്ലുമ്പോൾ രക്ഷപ്പെടാൻ സാധ്യതയില്ല, താൻ പെട്ടുപോയി എന്ന് മനസ്സിലാക്കിയ കലി സ്വന്തം രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പരീക്ഷത്തിനോട് ക്ഷമാപണം നടത്തുകയാണ്. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ കലിയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യം. ഒടുവിൽ നിന്നെ ഈ ഭൂലോകത്തെ കണ്ടുപോകരുത് എന്ന് പറഞ്ഞ് പരീക്ഷിത്ത് മഹാരാജാവ് അവനെ വിടാൻ ഒരുങ്ങുമ്പോൾ ഈ കലി ചോദിക്കുന്നുണ്ട്, എനിക്കിരിക്കാനൊരു സ്ഥലം വേണ്ടേ, അതുകൂടി അങ്ങ് പറഞ്ഞു തന്നാലും. അങ്ങനെ ഒടുവിൽ പരീക്ഷിച്ച് ചില സ്ഥലങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് കലി നിനക്കിരിക്കാൻ യോഗ്യമായ ചില സ്ഥലങ്ങൾ പറഞ്ഞു തരാം. അത് എന്താണെന്ന് ചോദിച്ചാൽ, വാത് വെച്ച് ചൂത് കളിക്കുന്ന സ്ഥലം, മദ്യം കഴിക്കുന്ന സ്ഥലം, അല്ലെങ്കിൽ അത്തരം കച്ചവട കേന്ദ്രങ്ങൾ, ജീവികളെ നിരന്തരം കൊല്ലുന്ന അറവുശാല, ഹൃദുവായിരിക്കുന്ന സ്ത്രീകളുള്ള സ്ഥലം, ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് നിനക്ക് വസിക്കാം. എന്ന് പറഞ്ഞാൽ അവിടെ കുത്തിത്തിരിപ്പും പ്രശ്നങ്ങളുമൊക്കെ ആണല്ലോ ഉണ്ടാക്കുന്നത്. അതാണല്ലോ കലിയുടെ സ്വഭാവവും അതിൻ്റെ ജോലിയും. കനകം മൂലം കാമിനി മൂലം കലഹം ബഹുവിധ ഉലകിൽ സുലഭം എന്ന് പറയുന്നത് പോലെ കനകമുള്ളിടത്തും കാമിനി ഉള്ളിടത്തും അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞതുപോലെ ചൂതുകളിയും വാതുവെപ്പും എല്ലാം ഉള്ളിടത്തൊക്കെ ഇത് കാണുമല്ലോ. പ്രത്യേകിച്ച് കുരുക്ഷേത്ര യുദ്ധത്തിന് കാരണമാകുന്നത് തന്നെ ഒരുപാട് അധർമ്മങ്ങളെ സൂചിപ്പിക്കുന്ന കാര്യത്തിൽ പാഞ്ചാലിയെ വസ്ത്രാക്ഷേപം ചെയ്യുന്ന ഒരു കാര്യം കൂടിയുണ്ടല്ലോ. അതും നമുക്കിവിടെ ശ്രദ്ധിക്കാൻ പറ്റും. സത്യം, ധർമ്മം, ദയാനീതി, ഈശ്വരചിന്ത എന്നിവയെല്ലാം ഇല്ലാതായി അനീതിയും അക്രമവും ആരെയും ഒന്നിനെയും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യവും കലിയുഗത്തിൻ്റെ പ്രത്യേകത. പരീക്ഷിത്ത് മഹാരാജാവ് പറഞ്ഞ സ്ഥലത്ത് മാത്രമല്ല ഇന്ന് കലിയുള്ളത്. ഇന്ന് ലോകം മുഴുവൻ എല്ലായിടത്തും കലി ബാധിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ആരെയും ഒന്നിനെയും നമുക്ക് പൂർണ്ണമായി വിശ്വസിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നത്. പരസ്പരം നശിപ്പിക്കുക എന്നൊരു ചിന്തയിലേക്കാണ്
പൊതുവേ കാണുന്ന ഒരു അവരവരുടെ കാര്യം സാധിക്കുക, ലാഭം നേടുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യം. ഇവിടെ ഈശ്വരനും അല്ലെങ്കിൽ ഈശ്വര നാമജപം സദാ ഉണ്ടാകേണ്ടതും അതുപോലെ നല്ല കഥകൾ കേൾക്കേണ്ടതും അത്യാവശ്യമാണ്. അത് പുരാണങ്ങൾ ഭഗവാന്റെ അവതാര കഥകളിൽ പറഞ്ഞിരിക്കുന്ന ചില തത്വങ്ങളെ സൂചിപ്പിച്ചുകൊണ്ട് ഞാനൊന്ന് വ്യക്തമാക്കാം. അതായത് മഹാവിഷ്ണുവിൻ്റെ 10 അവതാരങ്ങളെയാണല്ലോ ദശാവതാരം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് വെറും കഥ മാത്രമാണോ എന്നതിനെ സംബന്ധിച്ചാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റും. ഇത് ഞാൻ എക്സാമ്പിളായിട്ട് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ. ആദ്യത്തേത് മത്സ്യാവതാരമാണ്. അത് തന്നെ സമുദ്രത്തിൻ്റെ അഗാധതയിൽ നിന്ന് വേദങ്ങളെ വീണ്ടെടുക്കുന്നു മത്സ്യമായിട്ട് എന്ന് പറയുമ്പം അതിൻ്റെ ഒരു തത്വത്തെ നമ്മൾ സൂചിപ്പിക്കുമ്പോൾ മത്സ്യം അല്ലെങ്കിൽ ജലത്തിൻ്റെ ബന്ധം, ജലസാന്നിധ്യം, അവിടെയുള്ള ചലനം, ഉയർത്തെഴുന്നേൽപ്പ്, അറിവ്, ജീവൻ്റെ ആദ്യത്തെ ഉത്ഭവം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അതിൽ മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ആലോചിച്ചാൽ പിടികിട്ടും. കഥ മാത്രമല്ലല്ലോ ഉള്ളത്. അതുപോലെ രണ്ടാമത്തേതാണ് കൂർമ്മം അഥവാ ആമയുടെ അവതാരം. അപ്പം ജലത്തിൽ ഉത്ഭവിച്ച ആ ജീവന് അത് വളർന്ന് പലതായി ഏകകോശവും ബഹുകോശവുമായ ജീവികളിലേക്ക് രൂപാന്തരം പ്രാപിച്ച് പരിണമിച്ച് അവസാനം അത് ജലത്തിൽ നിന്ന് കരയിലേക്കും, അതായത് വെള്ളത്തിലും കരയിലും ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറ്റം വന്ന രൂപാന്തരത്തെ സൂചിപ്പിക്കുന്നതാണ് ആമ. കാരണം അതൊരു ഉഭയജീവിയാണ്. അത് കഴിഞ്ഞുള്ളതാണ് വരാഹം. വരാഹം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും മൃഗത്തെ സൂചിപ്പിക്കുന്നു. അതായത് കരയിൽ തന്നെ വസിക്കുന്ന തരത്തിലുള്ള ഒരു മാറ്റം, കരജീവി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പിന്നീടാണ് അതിനെ നരസിംഹം എന്ന അവതാരത്തിലേക്ക് മാറുന്നത്. നരസിംഹം എന്ന് പറയുമ്പോൾ നമുക്ക് തന്നെ ആ പേരുകൊണ്ട് തന്നെ ഊഹിക്കാം, മനുഷ്യനും മൃഗവും കൂടിച്ചേർന്ന അവസ്ഥ. അങ്ങനെ മനുഷ്യൻ്റെ പൂർവികന്മാരെ സൂചിപ്പിക്കുമ്പോഴും മനുഷ്യനിലേക്കുള്ള പരിണാമത്തെ നമ്മൾ ആലോചിക്കുമ്പോഴും ഒക്കെ നമുക്കത് മനസ്സിലാക്കാനും സാധിക്കും. പിന്നീടാണ് വാമനൻ വരുന്നത്. അതായത് മനുഷ്യൻ്റെ ആദ്യ രൂപം എന്ന് പറയാം, അല്ലെങ്കിൽ 2 കാലിൽ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയപ്പോഴുണ്ടായിരുന്ന മനുഷ്യൻ്റെ അവസ്ഥയാണ് വാമനൻ സൂചിപ്പിക്കുന്നത്. വാമനൻ എന്ന് പറയുമ്പോൾ വളരെയേറെ ഉയരം കുറഞ്ഞവൻ, അതായത് ഒട്ടും ഉയരമില്ലാത്തവൻ എന്നാണ്. അത് കഴിഞ്ഞപ്പോഴാണ് വാമനാവതാരം കഴിഞ്ഞപ്പോഴുണ്ടായതാണ് പരശുരാമൻ. പരശുരാമൻ്റെ ആ ഒരു ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമുക്ക് തന്നെ അറിയാം. പോരാട്ടം, ശത്രുക്കളെ ഇല്ലാതാക്കുക, നിലനിൽക്കുക, അധർമ്മം അല്ലെങ്കിൽ അനീതി അന്നേരം തോന്നുന്നത് എങ്ങനെയാണോ അതനുസരിച്ച് കൂടുതൽ ചിന്തിക്കാനൊന്നും പോകുന്നില്ല. ഒരുത്തൻ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അവൻ്റെ കുലത്തെ വരെ അങ്ങ് ഇല്ലാതാക്കുക എന്നുള്ള രീതിയിലേക്ക് പോരാട്ടത്തിൻ്റെ ഒരു പാതയിലൂടെ മാത്രമേ മുന്നേറാൻ പറ്റൂ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥ. അത് കഴിഞ്ഞാണ് ശ്രീരാമൻ്റെ അവതാരത്തിലേക്ക് വരുന്നത്. ശ്രീരാമൻ സൂചിപ്പിക്കുന്നതിന് എന്താണെന്ന് ചോദിച്ചാൽ അന്വേഷണമാണ്. അതായത് അയോധ്യയിൽ നിന്ന് നേരെ ലങ്കയിലേക്ക് വരെ, അതായത് വടക്കേ അറ്റത്തു നിന്ന് തെക്കേ അറ്റത്തോട്ട് യാത്ര ചെയ്യുക എന്ന് പറയുമ്പോൾ സഞ്ചാരിയായ ഒരു മനുഷ്യനും ആ സഞ്ചാരത്തിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങളും അറിവും കൂടെ കൂട്ടാവുന്നവരെയും വിശ്വസിക്കാവുന്നവരെയും ഒപ്പം കൂടെ നിർത്തുന്നതും പലതും അറിയുന്നതും മനസ്സിലാക്കുന്നതും അതുപോലെ ആ വഴിയിലൂടെ അധർമ്മം എന്താണെന്നും അതിനെ എങ്ങനെ ഇല്ലാതാക്കാമെന്നും അതിനുവേണ്ടി കൂടെ നിർത്താൻ കഴിയുന്നവരെ, വിശ്വസിക്കാൻ കൊള്ളാവുന്നവരെ തിരഞ്ഞു പിടിച്ച് കൂടെ നിർത്താമെന്നും ഒക്കെ കാണിച്ചു തരുന്ന, അതുപോലെ ഭരണവ്യവസ്ഥയും കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഓരോ ചുമതലകൾ കൊടുക്കുക, അതനുസരിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക, ഇതെല്ലാം ഒരു ചിട്ടയായ വ്യവസ്ഥയും ഒക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ശ്രീരാമൻ്റെ അവതാരം. ശത്രുവിനെ ഇല്ലാതാക്കാൻ, അതായത് ഒരിക്കലും സാധ്യമല്ല എന്ന് ചിന്തിക്കുന്ന പല കാര്യങ്ങളും, ശത്രുനിഗ്രഹം ആയാലും എത്താനുള്ള വഴിയായാലും, അതായത് ഇവിടെ മാർഗത്തെ സൂചിപ്പിക്കുമ്പോൾ ഏതാണോ നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യം നിറവേറ്റാൻ എത്ര പ്രയാസമാണ് അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നിടത്ത് പോലും ഒത്തൊരുമയും ഐക്യവും കൂട്ടായ ഒരു പിൻബലവും ഉണ്ടെങ്കിൽ ഏത് കാര്യവും സാധിക്കാം എന്ന് തെളിയിച്ച വ്യക്തി കൂടിയാണ് ശ്രീരാമൻ. അതാണല്ലോ ലങ്കയിലേക്കുള്ള വഴി ഉണ്ടാക്കിയത് തന്നെ അസാധ്യമായ കാര്യമാണ്. അപ്പം അത് ഉദാഹരണമാണ്. അസാധ്യം എന്ന് തോന്നുന്നത് പോലും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും എന്നതും
ഭരണതലത്തിൽ തന്നെ ഓരോരുത്തർക്കും ഓരോ ചുമതല കൊടുത്ത് അതിനെല്ലാം തന്നെ പ്രാധാന്യം കൊടുത്ത് ചില വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോവുക. ഈ വ്യവസ്ഥയെന്ന് ഞാൻ പറഞ്ഞത് സുഗ്രീവനുമായിട്ട് ഉള്ള സന്ധിയിലും ചില വ്യവസ്ഥകളുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ കൂട്ടത്തിൽ കൂട്ടാൻ കൊള്ളാവുന്നവരെ ഉൾപ്പെടുത്തുക, ആ ഭരണം വിപുലമാക്കുക, കാര്യങ്ങൾ സാധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അതുപോലെ അനീതിയെ എതിർക്കുക, ശത്രുവിനെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ പോകാൻ പറ്റുമോ ആ അറ്റം വരെ പോകേണ്ടി വരിക. അതൊരു ബുദ്ധിമുട്ടായിട്ട് ആലോചിക്കേണ്ട കാര്യമില്ല എന്നതും നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. അത് കഴിഞ്ഞാണ് ബലരാമൻ വരുന്നത്. മനുഷ്യൻ്റെ നിലനിൽപ്പിന് ആവശ്യമുള്ള ചില കാര്യങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് പാർപ്പിടം, കൃഷി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, കന്നുകാലി സമ്പത്ത്. അപ്പം ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഉണ്ടാകണം. അതായത് ഉൽപാദന പ്രക്രിയകൾക്ക് പ്രാധാന്യം കൊടുക്കണം. ഉൽപാദനമില്ലെങ്കിൽ പല വിഷമതകളും ഉണ്ടാകാം. അതുപോലെ കാലാവസ്ഥയെയും പ്രകൃതിയെയും ഒക്കെ തന്നെ അനുകൂലമാക്കുക. അനുകൂലമല്ലെങ്കിൽ അത് എങ്ങനെ, പ്രകൃതിക്ഷോഭങ്ങളും അതുപോലെ തന്നെ ദുരന്തങ്ങളുമൊക്കെ, പ്രകൃതി ദുരന്തങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ ജനങ്ങളെ രക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെയുള്ള ആ കൂട്ടുത്തരവാദിത്വം കൂടി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. പിന്നീട് വരുന്നതാണ് ശ്രീകൃഷ്ണൻ. ശ്രീകൃഷ്ണാവതാരം എന്ന് പറയുന്നത് രാജ്യവും ഭരണവും എല്ലാം തന്നെ നിലനിൽക്കുമ്പോഴും രാജധർമ്മം എന്നു പറയുന്നതിനെ മുറുകെ പിടിച്ചുകൊണ്ട്, അതായത് ചൂത് കളിക്കുക, നായാട്ട് നടത്തുക, യുദ്ധം ചെയ്യുക, ഇതൊക്കെ രാജധർമ്മമാണ് എന്ന് പറഞ്ഞാലും അതിൽ പലപ്പോഴും കൃത്രിമം കാണിച്ച് അധർമ്മത്തിൻ്റെ പുറകെ പോകുന്ന ഒരു രീതി ഭരണകർത്താക്കളിൽ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ ഭരിക്കേണ്ടവർ തന്നെ, അതായത് പ്രജകളെ പരിപാലിക്കേണ്ടവർ തന്നെ പ്രജകൾക്ക് വിരുദ്ധമായി അധർമ്മം പ്രവർത്തിക്കുന്ന ഒരു രീതിയും കൂടെ നിൽക്കുന്നവരെ ചതിക്കുന്ന രീതിയുമൊക്കെ അവലംബിക്കുമ്പോൾ ആ അധർമ്മത്തെ ഇല്ലാതാക്കാൻ ധർമ്മത്തിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ആ ഒരു പ്രചോദനം, അതാണ് ശ്രീകൃഷ്ണൻ നൽകുന്നത്. അതുപോലെ തന്നെ വലിയ വലിയ പ്രശ്നങ്ങൾക്ക് മധ്യസ്ഥനായി നിന്ന് ധർമ്മത്തെ വിജയിപ്പിക്കാൻ വേണ്ട ഉപദേശം നൽകാനും മധ്യസ്ഥന് സാധിക്കും എന്നതും, മധ്യസ്ഥൻ പ്രലോഭനങ്ങൾക്ക് വിധേയനാകേണ്ടവനല്ല, അതായത് വിധികർത്താവ്, അത് ധർമ്മത്തിൻ്റെ പാതയിൽ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിക്കുന്നവനായിരിക്കണം. അത് ഏത് ഭരണാധികാരി ആയാലും ആരായാലും തന്നെ അധർമ്മത്തിൻ്റെ പാതയാണ് സ്വീകരിക്കുന്നത് എങ്കിൽ അവിടെ പോരാട്ടം വേണം, ധർമ്മം വിജയിക്കണം എന്നൊക്കെ ചിന്തിക്കുന്ന തരത്തിലുള്ള കുറേയൊക്കെ പുരോഗമനപരമായിട്ട്, അതായത് ജനാധിപത്യവും രാജഭരണവും ഒക്കെ നിലനിൽക്കുന്ന കാലത്തിൻ്റെ സൂചനയായിട്ട് വരുന്ന കാര്യങ്ങളാണ് കൂടുതൽ അതിൽ വരുന്നത്. മതിപ്പും വിശ്വാസവും ഉണ്ടെങ്കിൽ ആരെയും നമുക്ക് മധ്യസ്ഥനായി കൊണ്ടുവരാം. ഈ മതിപ്പെന്ന് പറയുന്നത് മറ്റുള്ളവരിൽ ലഭിക്കുന്ന വിശ്വാസമാണ്. അവിശ്വാസമില്ല. ഉറച്ച തീരുമാനവും അതുപോലെ തന്നെ നീതിക്ക് വേണ്ടി നിലനിൽക്കുകയും ചെയ്യും എന്ന ബോധ്യം, അതാണ് ഇന്നത്തെ ലോകത്തിനും ആവശ്യമായിട്ട് വന്നിരിക്കുന്നത്. കാരണം ഇന്നത്തെ ലോകത്തും പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഇടനിലക്കാരായി പലരും ബന്ധപ്പെടാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ രാജ്യവും പല പ്രശ്നങ്ങൾക്കും മധ്യസ്ഥനായി നിന്ന് സംസാരിക്കാറുമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ശ്രീകൃഷ്ണാവതാരം സൂചിപ്പിക്കുന്നുണ്ട്. ധർമ്മമാണ് രക്ഷിക്കേണ്ടത്. അധർമ്മത്തെ ഇല്ലാതാക്കാൻ ഏതറ്റം വരെ വേണമെങ്കിലും പൊരുതി മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി വരാൻ പോകുന്നത്, അല്ലെങ്കിൽ അവസാന 10ാമത്തെ അവതാരം എന്ന് പറയുന്നത് കൽക്കിയാണ്. സർവനാശത്തിൽ നിന്നും പടപൊരുതി രക്ഷിക്കാൻ പുറപ്പെടുന്ന ഒരു ആയുധധാരി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ആയുധവുമായി വരാനിരിക്കുന്ന അവതാരം, അശ്വാരൂഢനായി ആയുധമേന്തി അതിവേഗത്തിൽ വരാനിരിക്കുന്ന ഒരു യോദ്ധാവാണ് കൽക്കി. ഇതുപോലുള്ള കാര്യങ്ങൾ കഥാരൂപത്തിൽ പുരാണങ്ങളിൽ നമുക്ക് മുന്നിൽ എത്തിച്ചു തരുന്ന മഹാജ്ഞാനികളായ ഋഷിമാർ തന്നെ പറഞ്ഞിട്ടുണ്ട്, കലിയുഗത്തിൽ രക്ഷ വേണമെങ്കിൽ ഈശ്വരാരാധനയും നാമജപവും ആവശ്യമാണ് എന്ന്. അതിനുവേണ്ടിയാണ് ഇന്നത്തെ ശാസ്ത്രലോകത്തിനും അത്ഭുതം തോന്നുന്ന അനേകം ക്ഷേത്രങ്ങൾ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടാക്കിയത്.
ക്ഷേത്രാരാധന വേണ്ടതും സാധാരണ മനുഷ്യർക്കാണ്. അതായത് വേദങ്ങളും ശാസ്ത്രങ്ങളും അതുപോലെ ഗ്രന്ഥങ്ങളിലെ അറിവും മനസ്സിലാക്കാൻ എല്ലാവർക്കും ഒന്നും സാധിക്കത്തില്ല. അങ്ങനെയുള്ളവർക്ക് മനസ്സന്തോഷത്തിനും സമാധാനത്തിനും വേണ്ടി കഥാരൂപത്തിൽ ചിട്ടപ്പെടുത്തിയെടുത്തിട്ടുള്ള പുരാണങ്ങളെ ഓരോരുത്തരുടെയും കഴിവും ബുദ്ധിയും അനുസരിച്ച് ഏത് വേണമെങ്കിലും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാം. വേദങ്ങളോ ശാസ്ത്രങ്ങളോ ഉപനിഷത്തുകളോ ഇതൊന്നും പറ്റത്തില്ലെങ്കിൽ പുരാണങ്ങൾ. അങ്ങനെ ഓരോരുത്തരുടെ നിലവാരമനുസരിച്ച് ഏതാണോ പറ്റുന്നത് അത് ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് സ്വീകരിക്കാൻ ഇടയാകട്ടെ എന്നാണ് പൂർവികന്മാർ ഉദ്ദേശിച്ചത്. അപ്പോൾ വിശാലമായ കാഴ്ചപ്പാട് നമ്മുടെ പൂർവികന്മാർക്കുണ്ടായിരുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നുണ്ട്. അറിവും കഴിവും അധ്വാനവും ഭാരതത്തെ ലോകത്തെ ഏറ്റവും വലിയ ഒരു സമ്പന്ന രാജ്യമാക്കി വിദേശികൾ ഇവിടെ എത്തി ഈ രാജ്യത്തെ ചൂഷണം ചെയ്ത് അവർ വിജയിച്ച് പോയി. ഇങ്ങനെ ഒന്നുമല്ലാതെ നശിപ്പിച്ച് കുട്ടിച്ചോറാക്കിയ ഒരു രാജ്യം ഫിനിക്സ് പക്ഷിയെ പോലെ ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ലോകത്തിൻ്റെ നെറുകയിൽ ഒരു പ്രധാന രാജ്യമായി നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത. ഇന്ന് ഭാരതം പഴയതുപോലെ ആർക്കും കയറി നിരങ്ങാനുള്ള ഒരു വേദിയായിട്ടൊന്നും വരുന്നില്ല. ലോകത്തെ 4ാമത്തെ സൈനിക ശക്തിയുള്ള രാജ്യം കൂടിയാണ്. ഈ ഖഡ്ഗയുടെ അവതാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഇന്നത്തെ ഇന്ത്യയായിട്ട് നമുക്ക് വേണമെങ്കിൽ കരുതാം. കാരണം വരും കാല ഭാവിയിൽ ലോകത്തെ നയിക്കാൻ ശേഷിയുള്ള രാജ്യമായിട്ട് ഇന്ത്യ മാറും എന്ന് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. കാരണം ഇന്ത്യയിലെ മഹാരഥന്മാരായ പഴയ ഋഷിമാർ നമുക്ക് സൂചിപ്പിക്കുന്ന ഒരു മോട്ടിവേഷനാണ് ഖഡ്ഗ അവതാരം. അതിനുള്ള ആയുധം, അതായത് ലോകത്തെ നയിക്കാൻ ശേഷി എന്താണോ ആ തന്ത്രവും അറിവും ആയുധവുമുള്ള രാജ്യവും ഇന്ത്യക്ക് മാത്രമേ ഉള്ളൂ. കാരണം ഒരു കാലത്ത് ലോകത്തിന് അത്ഭുതമായി മാറിയ ഒരു ഭാരതത്തിൻ്റെ അറിവും കഴിവും വിശ്വാസവും ധൈര്യവും മറ്റൊരു രാജ്യത്തിനും ഉണ്ടാകത്തില്ല. ഇവിടെ ഉണ്ടായിരുന്ന ഗ്രന്ഥങ്ങളെല്ലാം പരിഭാഷപ്പെടുത്തി അവരുടേതായ രീതിയിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് അവരുടേതാണെന്ന് പ്രചരിപ്പിക്കുമ്പോൾ പോലും നമ്മൾ നമ്മുടെ ഭൂമിയെ കാണുന്നത് ദേവഭൂമിയായിട്ടാണ്. അതായത് ഇവിടെ നിന്നുമായിരിക്കും ലോകരക്ഷയ്ക്കായി അവതരിക്കാൻ പോകുന്ന ഖഡ്ഗയുടെ ഉത്ഭവം എന്നാണ് ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കം. പ്രപഞ്ച സത്യമെന്ന് പറയുന്നത് ചലനവും മാറ്റവുമാണ്. കാരണം പണ്ട് മുതലേ നമ്മുടെ ഭൂമി ദേവഭൂമിയാണെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഭാരതാംബ എന്നാണ് വിളിക്കുന്നത്. അതായത് ഈ മണ്ണിനെ സ്വന്തം അമ്മയായിട്ടാണ് കരുതുന്നത്, ദേവിയായിട്ടാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു മഹത്വം, അതായത് ഒരു മാതാവിൻ്റെ സ്നേഹവും വാത്സല്യവും അതുപോലെ ആ കരുതലും എപ്പോഴും നമുക്കുണ്ടാകും. ഖഡ്ഗയുടെ അവതാരം എന്ന് പറയുന്നത് നമ്മുടെ ഭാരതത്തിൽ നിന്ന് തന്നെ ആയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിർത്തുന്നു. നന്ദി, നമസ്കാരം.